അമലാണ് നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇത്രയും ക്യാമറയുടെ ഒരു ആദ്യമായിട്ട് ഇരിക്കുന്നത് നമ്മളിപ്പം ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പല പടത്തിലെയും പ്രസ് മീറ്റിന്റെ വീഡിയോസും ലൈവ് പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അവരുടെ ഇത് കണ്ടിട്ടേ ഉള്ളൂ. ഇത്രയും ക്യാമറയ്ക്ക് കുറെ ഗാനങ്ങൾ നല്ല ടെൻഷനുണ്ട്, അതിലൊരു നല്ല സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പടം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. കുറേ പടങ്ങളുണ്ടായിരുന്നു, അതായത് ഓൾറെഡി കിഷ്കിന്താണ്ടും ARM ഒക്കെ ഭയങ്കര ഹിറ്റായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നല്ല കളക്ഷൻ അപ്പുറം പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 8 സിനിമകളാണ്, അതെ 8 സിനിമയാണ് റിലീസ് ചെയ്തത്. ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു സംരംഭം, നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായ ഒരു സിനിമ റിലീസായപ്പോൾ അത് എങ്ങനെ എടുക്കും പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ പടങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഒരു ടെൻഷനും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകൾ, കുറേ ഫോൺ കോൾസുകൾ എല്ലാം വരുന്നുണ്ട്. പടത്തെപ്പറ്റി പറയുകയും അപ്രീസിയേഷൻസ് കുറേ വരുന്നുണ്ട്. കുറേ എനിക്കുൾപ്പെടെ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇത്രയും ലെവലിലേക്ക് ആൾക്കാർ ഏറ്റെടുക്കുന്ന രീതിയിലെ അഭിപ്രായങ്ങൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഒരു മോശം സിനിമയാവത്തില്ല, ഒരു തരക്കേടില്ലാത്ത സിനിമയാവും, ഒരു വിനോദകാരി സിനിമയായിരിക്കും, ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ കൊണ്ടുപോയപ്പോൾ ഇരട്ടി മുതലെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ലൊക്കേഷനിൽ ഈ ഒരു കൂട്ടായ്മ അല്ലെ അവരുണ്ടാകുന്ന എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് കൺഫോം ചെയ്യാൻ നമുക്ക് തുടങ്ങി. അന്ന് തുടങ്ങി അതേ എല്ലാവരും ഇപ്പോൾ അവസാനം പടം എഴുതിയിരിക്കുമ്പോൾ അതെല്ലാവരും അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക, ഈ നമ്മൾ പ്രതീക്ഷിക്കാപ്പുറത്തേക്ക് പടം വിജയിച്ചപ്പോഴുണ്ടായ കുറച്ച് ഡെവലപ്മെന്റ്സ് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ കുറേ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാറുണ്ട്. അതിപ്പോൾ വഴിയൊക്കെ നമ്മളിപ്പം തീർച്ചയായും കാര്യം നമ്മള് ഈ സിനിമ ആക്ച്വലി ജയ്സേട്ടൻ എനിക്ക് നേരത്തെ പരിചയം. ജയ്സേട്ടൻ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ്. അപ്പം പുള്ളിയാണ് ആക്ച്വലി സബ്ജക്ട് ആദ്യം കേൾക്കുന്നത്. റിയാസാണ് ആക്ച്വലി ജയ്സേട്ടൻ്റെ കഥ എന്ന് പറയുന്നത്. ജയ്സേട്ടൻ കഥ കേട്ടിട്ട് എന്നെ വിളിക്കുകയാണ്, അവരൊരു കഥ കേട്ടിട്ട് നല്ല കഥയാണ്, ഒന്ന് കേട്ട് നോക്കണം, അപ്പോൾ ഓക്കെ നമുക്ക് മറുപടി നോക്കാം. അപ്പോൾ ആ സെറ്റ് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അതിന് ആരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്ട് ഉണ്ടാക്കാൻ ഒരു ഗട്ട് ഫീൽ ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളാണ് ടീമായിട്ട് ഇരുന്ന് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് പ്രതീക്ഷ തോന്നി. അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്തതിൽ നമ്മൾ പല ആൾക്കാരെ നമ്മൾ സമീപിച്ചു, പല ആൾക്കാരെ നമ്മൾ സംസാരിച്ചു, പലരോടും നമ്മൾ പ്രൊജക്ട് പിച്ച് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് ഒരു ആർട്ടിസ്റ്റ് വേണം, ഒരു ഹീറോ വേണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഭയങ്കര ലെവലിലേക്ക് ക്യാഷിനൊക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷെ ഒരിക്കലും നമുക്ക് പറ്റും. കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആ കഥ കേട്ടപ്പോഴും റൈറ്റർ റിയാസിനാണെങ്കിലും എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ജയ്സേട്ടൻ തന്നെ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കുറേ ട്രൈ ചെയ്തു. അങ്ങനെ എന്തോ ദൈവകരത്തിന്റെ പുറത്ത് നമുക്ക് അവസരം വീണ്ടും മുത്താണ് ഞങ്ങൾ പ്രൊഡ്യൂസ് അബ്ദുള്ള. ഇദ്ദേഹം മലപ്പുറംകാരനാണ്, ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്നത് ഒരു ഫോറസ്റ്റിന്റെ കഥ പറയുന്നത്, അല്ല മലപ്പുറത്ത് ഒരു ഫോറസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡിൽ കാട്ടിരുന്ന കഥ പറയുന്നത്. അപ്പൊ അന്ന് പോലെ പുള്ളി കഥ കേട്ടവിടെ ഇത് ചെയ്യാമെന്ന് പറയുകയും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി. അപ്പം അന്ന് മുതൽ പുള്ളി നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി, അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിന്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുള്ളി നമുക്ക് കറക്റ്റ് സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം വരെ ഇപ്പോഴാണെങ്കിലും എന്താ പറയുന്നത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എന്ത് കാര്യം പറഞ്ഞാലും അതെ പ്രൊമോഷൻ എന്ത് കാര്യമായാലും പുള്ളി കൃത്യമായിട്ട് പുള്ളി നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു പടം കഴിഞ്ഞിട്ടും നമ്മളോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കറക്റ്റ് സപ്പോർട്ട് പ്രൊഡ്യൂസർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മാത്രമല്ല സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ സിനിമ ഇപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിലും പോലും ഷൂട്ടിനാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഒരു ലെൻസ് വേണം, അല്ലെങ്കിൽ ഒരു സാധനം വേണം, ലൊക്കേഷൻ വേണം പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറായ പൈസ എത്ര പൈസയിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാതെ പറഞ്ഞ് നമ്മുടെ കൂടെ കട്ടയ്ക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗുമസ്തർ ഇത്രയും ഒരു എന്താ പറയുക, നമുക്ക് ഒരു പ്രതീക്ഷകൾ നമുക്ക് ചെയ്ത് ചെറിയ പടമാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ചത് എത്തിക്കാൻ പറ്റും. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അബ്ദുമായിട്ട് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി. ഇത്രയും പേര് പറഞ്ഞതിൽ ഒറ്റ പേര് പറഞ്ഞത് ജയ്സേട്ടന്റെ പേരാണ്. ജയ്സേട്ടന്റെ എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ പ്രൊഡ്യൂസറെ കണ്ടെത്തിയത്, ഡയറക്ടറെ കണ്ടെത്തിയത്, ഇങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനായിട്ട് ഇത്ര നാൾ ഉണ്ടായത് ഇംഗ്ലീഷ് മാറ്റിയെടുക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഈ ഗുമസ്തന്റെ വേണ്ടി. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം.
അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ഇപ്പോൾ ലൂസിഫറിലാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ 2018 ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രം ദൈവം സഹായിച്ചത് ചെയ്യാൻ പറ്റിയിട്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ഏത് നടന്നെയും ഒരു ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ദൈവം നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായി. അതാണ് ജെയ്സും ആദ്യമായിട്ട് ഒരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ നമുക്ക് മനസ്സിലാവും. ജെയ്സിന് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ട് ജെയ്സിന് വേണ്ടി ഇതിൽ ചെയ്തു. ജെയ്സ് എഫേർട്സ് എടുത്തുണ്ടാക്കിയ അമ്മാരി പ്രൊജക്ട്സ് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വേറെവരും അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞു. സത്യം പറയാൻ ജെയ്സ് അല്ലായിരുന്നെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണ് ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്ട് നടക്കാനുള്ള സിറ്റുവേഷൻ ഈ പ്രൊജക്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവരവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റാൻഡുണ്ട്. ഈ സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലല്ലോ, ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യും. അതിന് അവർക്കൊരു കൈ കിട്ടും. അപ്പൊ അതുകൊണ്ട് ജെയ്സ് എടുത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നൊക്കെ മാറിപ്പോയതാണ്. അതാണ് എനിക്കത് പറയണ്ട. അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരില്ലാത്തതുകൊണ്ട് ഈ പടത്തിൽ ഇപ്പൊ കയറുന്ന ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാതെ പോയത് അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ജനങ്ങൾ വരാൻ ജനങ്ങൾ വരാതിരിക്കുന്നത് മൂലം അല്ല, അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ, ഏത് നടൻ എന്നൊക്കെ നോക്കിയിട്ട് അത് ഞാനാണെങ്കിൽ അത് തന്നെ ചെയ്യും നമ്മളെല്ലാവരും. അപ്പൊ അത് ആരുടെയും കുഴപ്പമില്ല. ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തി തുടങ്ങി. അതാണ് എന്റെ സത്യം. ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാരുമായിട്ട് എന്നെ പറഞ്ഞു തോന്നുന്നത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലല്ല, അതൊക്കെ വലിയ അതൊരു അംഗീകാരമല്ലേ. അത് അത്രേ ഉള്ളൂ. എനിക്ക് അംഗീകാരമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങളുടെ വിജയ് സേതുപതിയാ ഇനി ഗുമസ്ത 2-ലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയതിന് ശേഷം നല്ലപോലെ റെസ്പോൺസിബിൾ വരും. അതിൽ 2ാം ഭാഗം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒന്നുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുകയും ചെയ്യും. ആദ്യം ഉണ്ടാക്കിയ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അതിൽ കൂടുതലായിരിക്കും പ്രഷർ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ ഒക്കെ. പേടിയുണ്ട്? ഇല്ല, പേടിയില്ല. കാരണം എന്റെ കൂടെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം ഇത് വന്നാൽ അത് കിട്ടും. അത് അത്രയും നല്ല സംഭവമാണ്. അതിന്റെ ധൈര്യം തന്നെയുള്ളൂ. ചെയ്യുന്ന ഓരോ കഥാപാത്രം നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കഥ കേട്ട സമയത്ത് കേൾക്കുന്നത് ഈ കഥാപാത്രത്തോളം പ്രാധാന്യമുണ്ട്, ഉണ്ടാക്കുന്ന എലമെന്റ്സ് കത്തിക്കാണല്ലോ. അപ്പം ചെയ്യുന്ന ഒരു കഥാപാത്രം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യുന്ന കഥാപാത്രത്തിൽ റിസൾട്ട് വരുന്നില്ലല്ലോ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇല്ലടാ, ഞാനിപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നത് പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജെയ്സൊക്കെ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യം അതാ പറഞ്ഞടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസൊക്കെ വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ കേട്ടെ. പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ ഈ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചാൽ നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്. ചോദിക്കാൻ കാരണം ചേട്ടൻ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ ഇറങ്ങിയ സമയത്ത്
പലരും നല്ല സിനിമകൾ വർക്കൗട്ട് ആവുന്ന രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു എഫേർട്ടിനെ മാനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു ഒരു കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്. ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാറുണ്ട്. വലിയൊരു വിഷയമായിരുന്നു. പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇല്ല, ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കേസാണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. 3rd വീക്കായി. അതിന് നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക. അതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിന്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം അവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്നതിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു നല്ല സിനിമകൾ എന്ന് പറയുന്നത് വലിയ താരവാല്യം അല്ലെങ്കിൽ ഒന്നിലും നല്ല കഥകളൊക്കെയാണ്, നല്ല കണ്ടന്റ് ഉണ്ട്. ഒരു സിനിമ മേക്ക് ചെയ്യുക മാത്രമല്ല, സെല്ലിങ്ങും ഒരു പാർട്ട് തന്നെയാണ്. പക്ഷേ ഒരു സിനിമ ഇറങ്ങി അല്ല ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ കാണുന്നതല്ലായിരുന്നു. നല്ല റിവ്യൂസ് ആ സമയത്തേക്ക് വരുന്ന സമയത്ത് ബിസിനസ്സുകൾ നടക്കുക എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിന് ബിസിനസ്സിൻ്റെ ഓപ്ഷൻ പോലും വരുന്നത്. ചേട്ടൻ മുമ്പ് പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കഥ ഒരുപാട് കാശ് മുടക്കില്ല, ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾ പോലും നല്ല റെസ്പോൺസിബിൾ അല്ല, അല്ലെങ്കിൽ ഇച്ചിരി മേക്കിംഗ് ഉണ്ടാകാറുണ്ട്, നല്ല കണ്ടന്റ് ഉണ്ടാവാറുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ചകൾ വരാറുണ്ട്. ഇന്ന് ഗുമസ്തം പോലെ അല്ലെങ്കിൽ പഴഞ്ച പ്രണയം പോലെ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ടോ? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദു ഈ പടത്തിൽ നിന്ന പോലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പൊ എല്ലാ കുറ്റപ്പടങ്ങളൊപ്പം നിൽക്കണമെന്നില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗുമസ്താന്റെ ശരിക്കും അപ്പൊ ഇന്ന് മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ലെങ്കിൽ ഇന്നലെ മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടുകൂടി അതിന്റെ അതത് എരിഞ്ഞടങ്ങും. അതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ അടുത്ത ആഴ്ചത്തോട്ട് പോകാനുള്ള ബ്രീത്തിങ് സ്പേസ് ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ചയുള്ള നമ്മുടെ തിയേറ്ററിലെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫുൾ ഓവറായി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് കയറുന്നത് പഴഞ്ചപ്രണയത്തിൽ നമ്മൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ കയറി പിന്നെ അങ്ങോട്ട് പിന്നെ അവിടുന്ന് സെന്റൻസ് കുറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ആഴ്ച നമുക്ക് തമിഴ് പടമുണ്ട്, തെലുങ്ക് പടമുണ്ട്, മലയാളം പടമുണ്ട്, ഇതിനിടയിൽ നിൽക്കണ്ടേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈകുന്നേരമുള്ള ഷോയ്ക്ക് ആള് കാരണം ചില നമുക്ക് പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഷോസ് ആഡ് ചെയ്ത് തുടങ്ങി. ചെറിയ പടങ്ങൾക്ക് എപ്പോഴും അതിന്റെ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ. പിന്നെ തിയേറ്റേഴ്സ് പണ്ടത്തെ പോലെ അവരും കൂടുതൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മളത് പറയാൻ മാത്രമല്ല, അവർ സ്വന്തമാരെപ്പോഴും ഒരു പടം എത്ര പ്രൊജക്ട് പഴഞ്ച പ്രണയം ഇവിടുത്തെ എക്സിബിറ്ററിൽ ഒരാളെ വിളിച്ച് പറഞ്ഞാണ് അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ നല്ല പടമുണ്ട് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് നമുക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ പരിമിതിയുണ്ട്. താരവാലിയാണോ സ്റ്റാർ വാലിയാണോ? രണ്ടും. ഞാൻ എന്റെ പ്രശ്നം എനിക്കിപ്പോ സ്റ്റാർ വാലിയുള്ള ഒരാളായിട്ട് ഞാൻ എന്റെ പരിഗണിക്കുന്നത് നല്ല സിനിമകളുടെ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. പഴഞ്ചപ്പണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അവരുടെ സിനിമയാണെങ്കിലും ദിവസം നല്ല വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കൂടുതൽ ഞാൻ നവാഗത റിപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്ത് നമുക്ക് പേര് കിട്ടിയിട്ടുള്ളത്. ഈ ഗുമസ്തന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ബിബിചേട്ടൻ ഒരു കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മോശം അനുഭവം നേരിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു നമുക്ക് കേട്ട്. എന്താണെന്ന് വിശദീകരിക്കാമോ, എന്താ പറ്റിയത്? സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കാഞ്ഞത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും, കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും, പിന്നെ അതിന്റെ പുറകിൽ വേറെ 2 അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകളയുന്നു. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്തകളെ മേടിച്ചെടുക്കുന്ന കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ ചേട്ടൻ എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാൻ അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു എല്ലാം തുടക്കം ഉണ്ടാകുന്നത് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്നാണ്. എന്താ ചോദിച്ചത്, ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരം നേരിടേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം.
കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ട, അത് അതുകൊണ്ട് പറയട്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയാണ്. ഈസി ആയിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ പടം എല്ലാവരും പറഞ്ഞു. അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചാണ്. അപ്പൊ ബിബിൻ തന്നെയാണ് തീരുമാനമെടുത്തത് അത് പുറത്തുവിടുന്ന. കാരണം ഞാൻ എല്ലാ സിനിമകൾക്കും ഞാൻ കോളേജ് പ്രൊമോഷൻ പോകണം, എത്രയോ കോളേജുകളിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതിന്റെ കഴിഞ്ഞു. താങ്ക് യു. ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയം. പറഞ്ഞത് ആദ്യം പറയുന്നത് പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജെയ്സ് പറയുന്നത് സംഭവം നന്നായി വന്നിട്ടുണ്ട്, ഒരു സാധ്യത അവർ ശരി 2 ഷോട്ടില് ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ. അങ്ങനെ പറഞ്ഞില്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിരിക്കും വരുന്നത്? ഇല്ല, ആദ്യം നമ്മൾ ജയിക്കാണ്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ശരി, ആദ്യമേ സിമ്പിൾ ആയിട്ട് നമ്മൾ പടം തുടങ്ങാം. അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോൾ ജെയ്സ് ഇതൊന്ന് ഹിന്റ് ചെയ്തു. പക്ഷെ പടം റിലീസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം യെസ് ഓർ നോ എന്നുള്ളത്. പടം കണ്ടപ്പോ എൻ്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു ഇതുപോലെ സെക്കൻഡ് പാർട്ട് വേണം. ഒരു മീഡിയ പേര് വന്നപ്പോൾ അവരെന്നെ വന്ന് പറഞ്ഞു. അത് പോയി സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് പടം കാണുന്നവർക്ക് അറിയാം പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലവരും പറഞ്ഞു. ഇതിനു മുമ്പ് എൻ്റെ പടം കണ്ടവരും പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പൊ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, നമ്മുടെ ഈ തിയേറ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്നപ്പോൾ കഴിഞ്ഞ ഷോപ്പിൽ എല്ലാവരും അത്രയും സന്തോഷത്തില്ല. നമ്മുടെ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടി തന്നെയാണ് നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും, പ്രതീക്ഷയാണോ? സിനിമ കണ്ടോ? നിന്റെ കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, മനസ്സിലായോ? ഓരോ ആഴ്ചയും സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി നീ ചോദിക്കും. കണ്ടിട്ട് നമ്മൾ പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ? എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ആ പറയടാ. എഴുത്തുകാരന്റെ ഒരിക്കലുമില്ല. അതോ ഇത് അത് അമ്മല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയം തോന്നില്ല. ഞാൻ എത്തിയില്ല. ഭാഗ്യം. എന്തോ എല്ലാരും എന്റെ ഇങ്ങോട്ടല്ലേ. ആ അതെയാണ്, ഒറ്റയ്ക്ക് ആർക്കും വഴി ഉണ്ടാവില്ല. സൈഡിലാണ് ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയണം. ഒറ്റയ്ക്ക് വഴി വെട്ടി എന്നിട്ട് വേണം ക്യാപ്ഷൻ ഇടാൻ. അടുത്ത ചോദ്യം മക്കളെ, വേറെ ചോദ്യം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു? നിങ്ങള് ക്യാമറ കൊണ്ട് വന്നവരല്ലേ? കൈ വയ്ക്കാൻ. ആ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങള് ഇന്റർവ്യൂവിന് വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കേക്ക് അതിന് മൊത്തം കേൾക്കണം, ഇടയ്ക്ക് കയറി കേൾക്കണം. ഒരു കാര്യത്തിന് വരുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാം. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങള് ആ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ ഒരു നീതി പുലർത്തുക. ഓക്കെ? ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. ഈ കഴിവുള്ള ഡയറക്ടേഴ്സ് എവിടെയാണെന്ന് വെക്കുന്നത്. അതേപോലെ ഈ സിനിമ കാണാൻ തോന്നുന്നത് കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ജോലിയായിട്ടാണ് തോന്നിയത്. അപ്പൊ എങ്ങനെ എല്ലാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ സൗഹൃദമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം മ്യൂസിക് ചെയ്ത വിനോദി ആണെങ്കിൽ പോലും മാതൃകയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിന് ഒരു കണ്ടിന്യൂസ് നമുക്ക് പറയുന്നു. അതായത്
പ്ലാറ്റ്ഫോം ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. കാര്യം ഈ കൂടുതൽ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും സിനിമയെ ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റ് എടുക്കുന്ന ഡയറക്ഷൻസ് ഒത്തിരി ആൾക്കാരാണ്. ഒരു പ്രൊജക്ട് റെഡി ആവുന്നിടത്തോളം നമുക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ പറ്റി, ഒരു പ്രൊജക്ട് വർക്കൗട്ടായി കിട്ടി. ഒത്തിരി ആൾക്കാർ ഇനിയും വരാം, ഒരുപാട് ആൾക്കാർ വരാം. എല്ലാവർക്കും വിളിച്ചില്ലേ ഈ ആൾക്കാർ ഈ സിനിമയിലൂടെ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നു, റീ റെക്കോർഡിംഗ് ചെയ്ത ആൾ വരുന്നു, പുതിയ റൈറ്റർ വരുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടി ഒരു ഡയറക്ടർ വരുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു പോയിന്റ് എന്നാണ്. ലൈക്ക് ന്യൂ കമേഴ്സ് ആർ കമ്മിങ് ആൻഡ് അത് എപ്പോഴും ഇൻഡസ്ട്രിക്ക് വളരെ ഹെൽപ്പ് ചെയ്യണം. സോ ദാറ്റ് ഇസ് മസ്റ്റ് വിൽ ബി എ ലോഞ്ച് ഫോർ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ. അതൊരു നല്ല കാര്യമാണ്. കൈദീറ്റുവിന്റെ അത് ഏത് മാസമാണെന്ന് അറിയില്ല, കാരണം കൂലിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം. ഡീറ്റെയിൽസ് കൂലി കഴിഞ്ഞിട്ട് ആ ഷോർട്ട് ഫിലിമിന്റെ ഇതിനു മുമ്പ് വരുന്ന ഷോർട്ട് ഫിലിം എല്ലാം റെഡിയാണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ശേഷം അതുണ്ടോ നേരെ കണക്ട് ചെയ്താടാ, അല്ലെങ്കിൽ നീയൊക്കെ കൈതിട്ട് മാത്രം എൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എൻ്റെ ഉള്ളിലെ ക്രിമിനലിസം മുഴുവൻ ഞാൻ പേപ്പറിലേക്ക് പകർത്തി എന്നുള്ളതാണ്. ഈ ചിരിച്ച മൂന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.